ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. 75ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. വികസിത ഭാരതം പ്രമേയമാക്കി ന്യൂഡൽഹിയിലെ കർത്തവ്യ പഥിൽ മറ്റന്നാൾ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് നാരീ ശക്തിക്ക് പ്രത്യേക പ്രാധാന്യം നൽകും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. പരേഡിന് സാക്ഷ്യം വഹിക്കാൻ രാജ്യത്തെ 1500 കർഷകർക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നാളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്യും. വൈകുന്നേരം 7 മണി മുതൽ ആകാശവാണിയുടെ മുഴുവൻ ദേശീയ നിലയങ്ങളിലും ദൂരദർശന്റെ എല്ലാ ചാനലുകളിലും ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷ് പതിപ്പിലും സംപ്രേഷണം ചെയ്യും. ആകാശവാണി അതത് പ്രാദേശിക നിലയങ്ങളിൽ നിന്ന് രാത്രി 9:30 മുതൽ പ്രാദേശിക ഭാഷാ പതിപ്പുകൾ പ്രക്ഷേപണം ചെയ്യും. 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനം നാളെ ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആരംഭിക്കും. നാളെ മുതൽ മാർച്ച് 27 വരെയുള്ള കാലയളവിൽ ആകെ 32 ദിവസം സഭ ചേരും. ജനുവരി 29, 30, 31 തീയതികളിൽ ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച നടക്കും. ബജറ്റ് അവതരണം ഫെബ്രുവരി 5 നടക്കും. അടുത്ത മാസം 12 മുതൽ 14 വരെയുള്ള തീയതികളിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരീക്ഷാ പേ ചർച്ചയുടെ 7ാം പതിപ്പ് ഈ മാസം 29 നടക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന പരിപാടിയിൽ 3000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പരീക്ഷാ സമ്മർദ്ദം മറികടക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും രക്ഷിതാക്കളുമായും സംവദിക്കും. പരീക്ഷാ പേ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി ഇക്കുറി 2,26,00,000 വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിരുന്നു. പരിപാടിക്ക് മുന്നോടിയായി ഇന്നലെ നടന്ന ദേശീയ ചിത്രരചനാ മത്സരത്തിൽ 60,000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സംസ്ഥാനത്ത് വ്യവസായ വകുപ്പിന് കീഴിൽ വാണിജ്യ ആവശ്യത്തിന് പ്രത്യേക വിഭാഗം രൂപീകരിക്കാൻ മന്ത്രിസഭ തീരുമാനം. വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റിൽ പ്രത്യേക വാണിജ്യ ഡിവിഷനും സ്ഥാപിക്കും. സംസ്ഥാനത്ത് വ്യാപാര വാണിജ്യ മേഖലയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകലാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നവകേരള സദസ്സിൽ പല വ്യവസായ സംഘടനകളും ഉന്നയിച്ച ആവശ്യം പരിഗണിച്ചാണിത്. തിരുവനന്തപുരം പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന സമുച്ചയം നിർമ്മിക്കുന്നതിനും മന്ത്രിസഭ പുതുക്കിയ ഭരണാനുമതി നൽകി. 112 ഭവനങ്ങളും 2 അംഗൻവാടികളും ഉൾപ്പെടുന്നതാണ് സമുച്ചയം. സ്വാതന്ത്ര്യ സമര സേനാനി പെൻഷൻ അനുവദിക്കുന്നതിനുള്ള വാർഷിക വരുമാന പരിധി 24,000 രൂപയിൽ നിന്ന് 48,000 ഉയർത്താനും മന്ത്രിസഭ തീരുമാനിച്ചു. DA കുടിശ്ശിക അടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള UDF അനുകൂല സംഘടനകളുടെ പണിമുടക്കിന് സമ്മിശ്ര പ്രതികരണം. ചിലയിടങ്ങളിൽ സർക്കാർ ഓഫീസുകളിൽ ജീവനക്കാരുടെ ഹാജരിൽ കുറവുണ്ടായി. ഭരണപക്ഷ അനുകൂല ജീവനക്കാർ ജോലിക്കെത്തി. ആവശ്യ സർവീസുകൾ തടസ്സമില്ലാതെ നടന്നു. സെക്രട്ടേറിയറ്റിൽ ജോലിക്കെത്തിയവരും സമരക്കാരും തമ്മിൽ സംഘർഷമുണ്ടായി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും നെഹ്റു യുവകേന്ദ്രയും ചേർന്ന് സംഘടിപ്പിക്കുന്ന പട്ടികവർഗ യുവജന സാംസ്കാരിക പരിപാടിയുടെ ഭാഗമായി തിരുവനന്തപുരത്തെത്തിയ യുവജന സംഘത്തെ കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ നാളെ രാവിലെ അഭിസംബോധന ചെയ്യും. പരിപാടിയുടെ സമാപന സമ്മേളനം 3 മണിക്ക് മന്ത്രി K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 6 മണിക്ക് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ സംഘാംഗങ്ങൾക്ക് ചായ സൽക്കാരം ഒരുക്കിയിട്ടുണ്ട്. ഒഡീഷ, ഝാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലെ 200 യുവതി യുവാക്കളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇന്ന് മലപ്പുറം ജില്ലയിൽ താനൂർ, ചിറമംഗലം, ചെമ്മാട് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. ഇതോടെ ജില്ലയിൽ യാത്രയുടെ പര്യടനം പൂർത്തിയായി. തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ നഗരസഭയിലായിരുന്നു ഇന്നത്തെ പര്യടനം. വല്ലച്ചിറ പഞ്ചായത്തിലെ പരിപാടിയോടെ തൃശൂർ ജില്ലയിലെ പര്യടനം നാളെ പൂർത്തിയാവും. ഇടുക്കിയിൽ ആലക്കോട്, കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തുകളിലായിരുന്നു ഇന്ന് പര്യടനം നടന്നത്. പാഴ്സൽ ഭക്ഷണത്തിന്റെ കവറിന് പുറത്ത് തീയതിയും സമയവും ഉൾപ്പെട്ട ലേബലോ സ്റ്റിക്കറോ പതിക്കണമെന്ന നിയമം പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തി. പ്രത്യേക കർമ്മസേനയുടെ നേതൃത്വത്തിൽ 791 സ്ഥാപനങ്ങളിലാണ് പരിശോധനകൾ നടത്തിയത്. നിയമലംഘനം കണ്ടെത്തിയ 114 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിനുള്ള നോട്ടീസ് നൽകി. ഗുരുതര നിയമലംഘനം കണ്ടെത്തിയ 6 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവയ്പ്പിച്ചതായും മന്ത്രി വീണ ജോർജ് അറിയിച്ചു. പരിശോധനകൾ തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ എന്നതാണ് സംസ്ഥാന സർക്കാർ നയം എന്ന് മന്ത്രി K. രാജൻ പാലക്കാട് റവന്യൂ സബ് ഡിവിഷൻ സംഘടിപ്പിച്ച ഭൂമി തരംമാറ്റം അദാലത്ത് പാലക്കാട് മേഴ്സി കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് അർഹരായ മുഴുവൻ അപേക്ഷകളിലും ഈ മാസം തന്നെ തീരുമാനമെടുക്കുന്നതിന് സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. അതിവേഗം വളരുന്ന വ്യവസായ മേഖലയായി കായിക രംഗം മാറിയെന്നും കേരളത്തെ ടെക്നോളജി സ്പോർട്സിന്റെ ഹബ്ബാക്കി മാറ്റുമെന്നും വ്യവസായ മന്ത്രി P. രാജീവ് കേരള രാജ്യാന്തര കായിക ഉച്ചകോടിയുടെ 2ാം ദിവസം സ്പോർട്സ് ഇൻഡസ്ട്രി എന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.